എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. എല്ലാ ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാണ്. എന്നാൽ നിസ്വാർത്ഥമായി നിലനിർത്തുന്ന ഒരു ബന്ധമുണ്ട്. ഇത് സൗഹൃദ ബന്ധമാണ്. ഇതിൽ ആളുകൾക്കിടയിൽ ഒരു വ്യത്യസ്തമായ ബന്ധമുണ്ട്. നല്ല സമയത്തും ചീത്ത സമയത്തും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നിലനിൽക്കുന്നത് നമ്മുടെ കൈകളിലാണ്. ഒരിക്കൽ തകർന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരും. സുഹൃത്ത് ബന്ധവും അത്തരത്തിലുള്ള ഒന്നാണ്. നാം അത് പരിപാലിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോയേക്കാം. ഉറ്റ സുഹൃത്തുക്കൾ ഉള്ളവരിൽ ഭൂരിഭാഗം പേരും തീർച്ചയായും അവരുടെ കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പങ്കിടാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഉറ്റ സുഹൃത്തുമായി പോലും പങ്കുവയ്ക്കാൻ പാടില്ല. എത്ര വലിയ ചങ്ങാതിയാണെങ്കിൽ പോലും അവരോട് ചില കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. അത്തരം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു സൗഹൃദ ബന്ധത്തിൽ സുഹൃത്തുക്കൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നത് തെറ്റാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തിനും പങ്കാളിക്കും ഇടയിൽ ഒരു നെഗറ്റിവിറ്റി സൃഷ്ടിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കം ഒരിക്കലും മൂന്നാമതൊരാളോട് പറയരുത്. അത് ശ്രദ്ധിക്കാത്തവർ പിന്നീട് പശ്ചാത്തപിക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും അവർ നമ്മുടെ വഴക്ക് മുതലെടുത്തേക്കാം. നിങ്ങൾക്ക് മറ്റൊരാളുടെ രഹസ്യം അറിയാമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് അവനുമായി ബന്ധമുണ്ടെങ്കിൽ ആ രഹസ്യം അബദ്ധവശാൽ പോലും അവരോട് വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ ഈ തെറ്റ് അവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഒരു സുഹൃത്ത് നിങ്ങൾക്ക് എത്ര പ്രത്യേക വ്യക്തിയാണെങ്കിലും ശരി, ഇത്തരം രഹസ്യം അവരുമായി പങ്കിടരുത്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരിക്കലും മോശമായി സംസാരിക്കരുത്. അവർ തൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരോട് അവനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. ഇതുകൂടാതെ കുടുംബാംഗങ്ങളെ കളിയാക്കരുത്. കാരണം ഇതും നിങ്ങളിൽ നെഗറ്റിവിറ്റി നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും പലപ്പോഴും മറ്റു സുഹൃത്തുക്കളെക്കുറിച്ച് സംസാരിച്ചേക്കാം. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളെക്കുറിച്ച് ഒരിക്കലും മോശമായ സുഹൃത്തുക്കളോട് സംസാരിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്തും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കേണ്ടതാണെന്നും മനസ്സിലാക്കുക. ഉറ്റ ചങ്ങാതിമാർ പരസ്പരം കളിയാക്കുന്നത് അസാധാരണമല്ല. എന്നാലും കാഴ്ചയുടെ കാര്യം വരുമ്പോൾ ശ്രദ്ധാപൂർവം പറയുക എന്നത് നിർണായകമാണ്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ രൂപത്തെ ഒരിക്കലും അപമാനിക്കരുത്. അതെത്ര നിരുപദ്രവകരമാണെന്ന് തോന്നിയാലും അത് അവരുടെ ആത്മാഭിമാനത്തെ തളർത്തും. അവരുടെ ബാഹ്യരൂപത്തെ നിങ്ങൾ ഒരിക്കലും കളിയാക്കരുത്. രഹസ്യദാനത്തിൻ്റെ പ്രത്യേക പ്രാധാന്യം നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായി ദാനം ചെയ്യുന്നവർക്ക് അക്ഷയപുണ്യത്തിൽ ദേവീദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. മറ്റുള്ളവരോട് പറഞ്ഞ് ദാനം ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടില്ല.